2 കൊല്ലം മുമ്പ് ടയർ വെട്ടി ചെടി നട്ട ടയറുകളാണ് ദാ ഈ രണ്ടെണ്ണം. അപ്പോൾ ഇവരെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണമല്ലോ. ആദ്യം ദാ ഒന്ന് കഴുകിയെടുക്കാം. നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തേച്ചൊരച്ച് ഒന്ന് കഴുകിയെടുക്കുക ചെയ്ത്. ഇനി ഇതൊന്ന് ഉണക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ ഒന്ന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഈ രണ്ടെണ്ണം പോരാ കേട്ടോ. ഒരു 2 സ്കൂട്ടിയുടെ ടയറും കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ ഒന്ന് വെട്ടണം. അതാണ് മക്കളെ ഏറ്റവും വലിയ ടാസ്ക്. 2 കൊല്ലം മുമ്പ് വെട്ടിയ ഒരു എക്സ്പീരിയൻസിൽ ആ പിച്ചാത്തി തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മുടെ അംഗം ദാ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. കാണുന്ന പോലെയൊന്നുമല്ല കേട്ടോ. ഭയങ്കര കഷ്ടപ്പാട് ഇതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കത്തിക്ക് അത്യാവശ്യം നല്ല മൂർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടയറല്ലേ സംഭവം. നമ്മളൊരു പ്രകാരത്തിൽ ഒന്ന് വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഒരു പീസങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനിയാണ് ഞാനും ടയറും തമ്മിലുള്ള യുദ്ധം. അങ്ങനെ തന്നെ പറയേണ്ടി വരും കേട്ടോ. നല്ല പാടാ. ഇത് അതിലും വലിയ പാട്. ഇതൊന്ന് മറിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് കേട്ടോ. അങ്ങനെ എൻ്റെ കൈയും കാലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോയി. അത് വേറെ കാര്യം. ടൈലേ കൂട്ടി ഞെങ്ങിക്കഴിഞ്ഞപ്പോൾ ഹമ്പോ എങ്കിലും ഒരു സമാധാനമുണ്ട് കേട്ടോ. നമ്മളിത് കഷ്ടപ്പെട്ട് ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇതുപോലെ ഈ ടയർ ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റിയത്. അതിൻ്റെ സന്തോഷം അന്നേരം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. ക്യാമറമാൻ അത് ഒപ്പിയെടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് കേട്ടോ അത് മിസ്സായി പോയത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് തവണ ഞാൻ ഇതിനിട്ട് മൽപ്പിടുത്തം നടത്തി ജയിച്ചു. ടയറിനെ തോപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന് പെയിൻ്റ് അടിക്കണം. ഒരെണ്ണത്തിന് നമ്മൾ കഴുകാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അടുത്തതിൽ നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോകാട്ടോ. ഇത് കഴിഞ്ഞുമല്ല വേനൽക്കാലത്ത് ചെടിച്ചട്ടിക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. 8 ചെടിച്ചട്ടിക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി 1 ലിറ്റർ പെയിൻ്റാണ് കടയിലെ ചേട്ടൻ തന്നു വിട്ടത്. വേണ്ട ചേട്ടാ അത്രയും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ 8 ചട്ടിക്ക് അടിക്കാൻ ഇത്രയും വേണമെന്ന് പറഞ്ഞു. ചേട്ടന് 8 നാണോ 80 നാണോ കേട്ടതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും മിച്ചം വരുന്ന പെയിൻ്റ് കൊണ്ട് നമ്മൾ ഇവരെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ പെയിൻ്റ് അടിച്ച കുട്ടപ്പന്മാരായ നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇനി എന്ത് ചെടി നടുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.